കൊച്ചിയിൽ മദ്യപിച്ച് ബസ് ഓടിച്ച പ്രൈവറ്റ് ബസ് ഡ്രൈവറെ കസ്റ്റഡിയിലെടുത്തു. ജൂഡിൻ ആന്റണി എന്ന ആളെയാണ് പോലീസും മോട്ടോർ വാഹന വകുപ്പും ഉദ്യോഗസ്ഥരും ചേർന്ന് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. രാസലഹരി വാങ്ങിയെന്ന ഇതേ ബസിന്റെ മുൻ ഡ്രൈവറുടെ ശബ്ദ സന്ദേശം കഴിഞ്ഞ ദിവസം 24 പുറത്തുവിട്ട കാര്യം പ്രേക്ഷകർ ഓർമ്മിക്കുന്നുള്ളൂ. അതിനുശേഷമാണ് മന്ത്രി കെ പി ഗണേഷ് കുമാറുമായി നമ്മൾ ബന്ധപ്പെട്ടതും കെ പി ഗണേഷ് കുമാർ കാര്യങ്ങളെല്ലാം കർക്കശമാക്കി പോലീസുകാരോടും അതുപോലെ മോട്ടോർ വെഹിക്കിൾ അതോറിറ്റിയോടും ഒക്കെ സംസാരിച്ച് പരിശോധനകൾ ആലുവയിലും പരിസര പ്രദേശങ്ങളിലും നിർബന്ധമാക്കിയത്. കഴിഞ്ഞ ദിവസം 24 ഒരു വാർത്ത പുറത്തുവിട്ടിരുന്നു. ഈ ആലുവയിൽ നിന്ന് പോകുന്ന സ്വകാര്യ ബസ്സുകളുടെ പ്രത്യേകിച്ചും ഇത്തരത്തിൽ ലഹരി ഉപയോഗിച്ചുകൊണ്ടുള്ള ഡ്രൈവർമാരുടെയും ജീവനക്കാരുടെയും എല്ലാം പ്രവർത്തനങ്ങളെ കുറിച്ചായിരുന്നു വാർത്ത. ആ വാർത്തയിൽ പ്രധാനപ്പെട്ട ഒരു ഡ്രൈവറുടെ ശബ്ദ സന്ദേശവും നമ്മൾ പുറത്തുവിട്ടിരുന്നു. ഈ ബസിന്റെ, അതായത് ബാരിസ്റ്റർ എന്ന ഈ ബസിന്റെ മുൻ ഡ്രൈവറായിരുന്നു അദ്ദേഹം. ഇപ്പോൾ ഈ ബാരിസ്റ്റർ എന്ന ബസിനെ തന്നെയാണ് ഫോർട്ട് കൊച്ചിയിൽ വെച്ച് അതിന്റെ ഇപ്പോഴത്തെ ഡ്രൈവറായിട്ടുള്ള ജൂഡിൻ ആന്റണിയെ MVDയും പോലീസും ചേർന്ന് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇയാൾ മദ്യപിച്ച് യാത്രക്കാരുമായി ആലുവയിൽ നിന്ന് ഫോർട്ട് കൊച്ചിയിലേക്ക് യാത്ര നടത്തുകയായിരുന്നു. ഇയാളെ മുൻപും ഇയാളെക്കുറിച്ച് നമ്മളൊരു വാർത്ത നൽകിയിരുന്നു. ഇയാളും ഇദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെ അമ്മയും കൂടി ഒരു ബസ്സിനുള്ളിൽ കയറി ചെന്ന് ആ സ്വകാര്യ ബസിന്റെ ജീവനക്കാരെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ പുറത്തുവിട്ടിരുന്നതാണ്. അതിൽ പ്രതിയായിട്ടുള്ള ഒരാളെ കൂടിയാണ് ഇപ്പോൾ പോലീസ് എന്തായാലും കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇയാൾ മദ്യപിച്ചിട്ടുണ്ട് എന്ന കാര്യം പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇയാൾക്കെതിരെ വേറെയും ആരോപണങ്ങളുണ്ട്. രാസലഹരി ഉപയോഗിക്കുന്ന ഒരാളാണ് എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുമുള്ള പരിശോധനകളും വൈദ്യശാസ്ത്രപരമായുള്ള പരിശോധനകളും നടത്തുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഇയാൾക്കെതിരെ നേരത്തെയും ഇത്തരത്തിലുള്ള കേസുകൾ ഉണ്ടായിട്ടുണ്ട്, ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇയാൾ മദ്യപിക്കുന്നതും മദ്യപിച്ചതിന് ശേഷം മർദ്ദിക്കുന്നതിന്റെ എല്ലാം ദൃശ്യങ്ങളടക്കം നമ്മൾ പുറത്തുവിട്ടിട്ടുള്ളതാണ്. അങ്ങനെ ഇരിക്കെയാണ് ഈ ഊർജിതമായിട്ടുള്ള ഒരു അന്വേഷണവും തിരച്ചിലും MVDയുടെയും പോലീസിന്റെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ വാർത്തയിൽ 24ന്റെ വാർത്തയെ തുടർന്ന് ആലുവയിലും പരിസര പ്രദേശങ്ങളിലുമായി നടക്കുന്നത്. അതിന്റെ ഭാഗമായാണ് ഇന്നത്തെ പരിശോധനയും നടത്തുന്നത്.